ഹായ് ഓൾ. അപ്പം നമുക്ക് നാളത്തെ ഒരു മാർക്കറ്റ് സെക്ഷനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ്. ഓക്കെ, നാളത്തെ അതായത് നാളെ മീൻസ് മൺഡേയിലേക്കുള്ള ഒരു മാർക്കറ്റ് അനാലിസിസും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം 2 ദിവസം നമ്മളിന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ല, വീഡിയോ കാര്യങ്ങളൊന്നും പോസ്റ്റ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള അതായത് മൺഡേയിലേക്കുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഞാനപ്പം പോസ്റ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മറ്റേ US പവർ സ്പീച്ച് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും, അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു ഇതിലാണ് ഞാനപ്പം ഇത്രയും ഒരു ഡിലേ വന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സ്പീച്ച് എന്താണ്, മാർക്കറ്റിൽ പോസിറ്റീവാണ്, നോ ചേഞ്ച് തന്നെയാണ്, ഇൻട്രസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ നോ ചേഞ്ച് തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ US മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയാണ്. ഡൗ ജോൺസ് ആയാലും നാസ്ഡാക്ക് ആയാലും എത്രയാണ്, നല്ല ഒരു 1% നിയർലി ഒരു 1% മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ SGX നിഫ്റ്റി ആയാലും ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എത്രയാണ്, 24,950 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പം ക്ലോസ് ആയേക്കുന്നത്. ഓക്കെ, നിയർലി ഡൗ ജോൺസ് ആയാലും 1.14% അപ്സൈഡാണ്. അപ്പം അതുപോലെ തന്നെ ഡാക്സും പിന്നെ ഏതാണ് നാസ്ഡാക്കും എല്ലാം 1% അപ്പാണ്. അപ്പം എന്താണ് നമ്മുടെ മാർക്കറ്റിലും മൺഡേയിൽ തിങ്കളാഴ്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ എല്ലാവരും കയറി അപ്സൈഡിലേക്ക് ഒരു എടുക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ഗ്യാപ്പ് അപ്പ് എത്രത്തോളം സസ്റ്റെയിൻ ആവും എന്നുള്ള ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം കാണും എന്ന് നമുക്കറിയില്ല. ഓക്കെ, പക്ഷേ ഞാനിപ്പോഴും മാർക്കറ്റിൽ ഒരു ചെറിയൊരു കറക്ഷൻ ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു കറക്ഷൻ. അപ്പം എത്രത്തോളം ആണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഞാൻ ചെറിയൊരു സെൽ ഓഫ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഞാൻ എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്കിപ്പം നാളത്തെ ആ ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയാണ് നോക്കുന്നത്. നിഫ്റ്റിയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് മാർക്കറ്റിൽ ഈ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവലുണ്ടോ, ഈ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഓൾറെഡി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഈ ഒരു ലെവലിലെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ലെവലിലെ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിലെ ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഈ ഒരു ഗ്യാപ്പും കൂടെ ഉള്ളൂ. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ലാവാൻ പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഗ്യാപ്പ് ഫില്ലാവും. ഇപ്പം ഈ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു ബഡ്ജറ്റ് ടൈം ആയിരുന്നു. ഓക്കെ, May 24, അതായത് May 31. ആ May 31 നോക്കിയ മാർക്കറ്റിൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് എന്താണ് അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് ഫില്ല് ചെയ്തു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് അടുത്ത ദിവസം തന്നെ മാർക്കറ്റ് ഫില്ല് ചെയ്യണം എന്നില്ല. ഓക്കെ, അപ്പോൾ എന്നായാലും മാർക്കറ്റ് ഫില്ല് ചെയ്യാം. നമുക്ക് പ്രീവിയസ് ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് എന്താണ് മാർക്കറ്റ് ഫില്ല് ചെയ്തു, മനസ്സിലായോ? പിന്നെന്താണ് അടുത്തൊരു ഗ്യാപ്പ് എന്താണ് ഇപ്പോൾ ഇതുപോലെയാണ്. നിങ്ങളിപ്പം ഡെയിലി ഒരു ഫ്രെയിം കണ്ടേ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ലായിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ലായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ എന്താണ് മാർക്കറ്റിൽ ഫില്ലാവുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തു. പിന്നെന്താണ് ഈ ഒരു മൈന്യൂട്ട് ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്തു. കണ്ടോ, മനസ്സിലായോ? അപ്പം ഇങ്ങനത്തെ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ അപ്പോൾ എത്രത്തോളം ആണ് ഫില്ല് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം പക്ഷേ അതാണ്ട് ഈ ഒരു ലെവൽ ഡെയിലി ടൈം ഫ്രെയിമിലാണ്ട് ഈ ഒരു ഗ്യാപ്പൊക്കെ കിടപ്പുണ്ട്. ഈ ഒരു ഗ്യാപ്പ് എന്നായാലും മാർക്കറ്റ് വന്ന് ഫില്ലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസിൽ അതായത് ഇത് ഒത്തിരി പുറകിലോട്ടാണ് ഞാനിപ്പോൾ പോയത്. വേണ്ടി ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്. ഈ ഒരു ഗ്യാപ്പൊക്കെ കണ്ടോ മാർക്കറ്റ് ഉണ്ട് ഇവിടെ ഫില്ലായത് കാണും. അപ്പോൾ ഗ്യാപ്പുകൾ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫില്ലാകാൻ ഹൈ പ്രോബബിലിറ്റി ആണ്. ഈ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട് 2400 ആ ഒരു ലെവലിലൊക്കെ ഗ്യാപ്പ് ഇപ്പം നാളെയൊന്നും പറയാൻ പറ്റത്തില്ല, എന്നേലും ഒരു ദിവസം മാർക്കറ്റ് ഫില്ലാവാൻ ഹൈ പ്രോബബിലിറ്റി ആണ്. ഓക്കെ, എന്നും പറഞ്ഞ് നാളെ നിങ്ങളപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് വരും എന്ന് ഓർത്തുകൊണ്ട് ഒരു ട്രേഡ് കാര്യങ്ങളൊന്നും എടുക്കാനുള്ള റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഗ്യാപ്പ് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യാം നാളത്തെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്. അപ്പം ഞാൻ ഈ ഒരു ഗ്യാപ്പ് ഈ ഒരു ഇവിടെ ടച്ച് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ലാകുമല്ലോ. അപ്പോൾ ഈ ഒരു ലെവലിൽ ഞാനപ്പോൾ ജസ്റ്റ് ഒരു ബ്ലൂ ലൈനിലങ്ങ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, പിന്നെ എന്താണ് മാർക്കറ്റിൽ നമുക്ക് ഇനിയും അടുത്ത ലിക്വിഡിറ്റി ഏരിയാസ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു ലെവൽ മാർക്കറ്റിൽ നാളത്തേക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. എത്രയാണ് 24,771 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ്. പിന്നെ മാർക്കറ്റിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ? ഓക്കെ, ഇന്നലത്തെ പ്രീവിയസ് ഡേ ഹൈ, അതും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. പക്ഷേ നാളെ ഇപ്പോൾ എന്തായാലും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ആയതുകൊണ്ട് എന്താണ് ഇപ്പോൾ ഈ ഒരു ലെവൽ
കൺസിഡർ ചെയ്യുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലത് പ്രീവിയസ് ഡേ ഉണ്ടല്ലോ 24,867. അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും, ആ ഒരു റേഞ്ചിന് എബോവ് ആയിരിക്കും നാളെ എന്തായാലും ഒരു മാർക്കറ്റ് ഓപ്പണിങ്. അപ്പോൾ നാളത്തെ ഒരു ഓപ്പണിങ്ങിന് ചിലപ്പോൾ ഒരു 100 പോയിൻറ്റ്സ് ആണ് ക്ലോസിംഗ്. എത്രയാണ് അപ്പോൾ 24,821 ആണെന്നുണ്ടെങ്കിൽ ഒരു 24,900 ആ ഒരു ലെവലിലോട്ടൊക്കെ ചിലപ്പോൾ മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് നാളെ ഓപ്പൺ ആകുന്നത്. അപ്പം ഞാൻ എന്തായാലും ആ ലെവൽ ഓപ്പൺ ആകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ അഗ്രസീവ് ഒരു സി എൻട്രി ഞാൻ എന്തായാലും നോക്കാൻ പോകത്തില്ല. ഞാൻ നോക്കുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ആയതിനു ശേഷം, ഇതൊരു ലിക്വിഡിറ്റിയാണ് ആക്ച്വലി. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ആയതിനു ശേഷം ഞാൻ ഇവിടുത്തെ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ ചിലപ്പോൾ ഒരു പുട്ട് എൻട്രി ആയിരിക്കാം ഫസ്റ്റ് നോക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ആ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് അപ്സൈഡിലേക്ക് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്നൊരു കോൾ എൻട്രി നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു കൗണ്ടർ ട്രേഡ് പോലെയാണ് ഞാൻ എന്താണ് ഒരു പുട്ട് എൻട്രി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെന്താണ് നമുക്ക് അടുത്ത ഈ ഒരു ലെവലിൽ നമുക്ക് എന്താണ് ഒരു കളർ ചേഞ്ച് ചെയ്യാം, റെസിസ്റ്റൻസിൻ്റെ റെഡ് തന്നെ കൊടുത്തേക്കാം. ഓക്കെ, പിന്നെന്താണ് മാർക്കറ്റിൽ അടുത്തത് ഒരു 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽസ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു ഹൈ തന്നെയാണ്, എത്രയാണ് 25,078 തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ കാര്യങ്ങളൊക്കെ വന്നത്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ കൺസിഡർ ചെയ്യാം. ഏത്, ഈ ഒരു ലെവൽ 25,000. ഓക്കെ, ഈ ഒരു ലെവലും കൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. എത്രയാണ് 25,041 എന്ന് പറയുന്ന ആ ഒരു ലെവലും കൂടെ കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് ഈ ഒരു ലെവൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്കൊരു 5 മിനിറ്റ്സിലോട്ട് ഞാൻ അങ്ങനെ നോക്കാറില്ല. 1 അവർ ടൈം ഫ്രെയിം കൂടെ നോക്കാം. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ അപ്പോൾ കണ്ടോ ആ ഒരു ലിക്വിഡിറ്റി ചേഞ്ച് ആയിട്ട് വേറെ ലിക്വിഡിറ്റി അല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇത് 2550 ആ ഒരു ലെവൽ തന്നെ ആക്കും. ഓക്കെ, നമുക്കപ്പോൾ 30 മിനിറ്റ്സും കൂടെ ഒന്ന് നോക്കിയേക്കാം. 30 മിനിറ്റ്സ് കണ്ടോ ആ ഒരു ലിക്വിഡിറ്റി ചേഞ്ച് ആവുന്നുണ്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഈ ഒരു ലെവലും കൂടെ എന്തായാലും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവലും കൂടെ നമുക്ക് എന്തായാലും കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നാളെ എന്തായാലും ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളെന്താണ് ഞാൻ ആ പറഞ്ഞ ആ ഒരു പ്രൈസ് ആക്ഷനും കാര്യങ്ങളും ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രൈസ് ആക്ഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, സൈഡ് ട്രെൻഡ് ലൈൻ. ഓക്കെ, ആ ഒരു സൈഡ് ട്രെൻഡ് ലൈന് നല്ലപോലെ തന്നെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നല്ലപോലെ തന്നെയാണ് മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇൻ കേസ് ചിലപ്പം ഇവിടുന്ന് ഒരു മാർക്കറ്റ് ഒരു അതായത് ബൈയിങ് പോലെ കാണിച്ചിട്ട് ചിലപ്പോൾ ഇവിടുന്ന് വല്ല ഒരു റിജക്ഷൻ വരാനാണ് പോസിബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് പോസിബിലിറ്റി മീൻസ് ആ ഒരു പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഞാൻ അവിടുന്ന് ഒരു എൻട്രി കാര്യങ്ങളൊക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ ഈ ഒരു ലെവൽ, അതായത് 5178. ബാങ്ക് നിഫ്റ്റിയിലും സെയിം നമുക്ക് എന്താണ് അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യും. പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല ഒരു 4 അവർ ടൈം ഫ്രെയിമിൽ ഒരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോകുമോ എന്ന് നമുക്കൊന്ന് നോക്കണം. ഇൻ കേസ് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതായത് 51,600 ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 51,877 എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് മാർക്കറ്റ് ടേക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എന്താണ് അടുത്ത ഒരു 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയാസും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. പിന്നെന്താണ് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിം. ഓക്കെ പിന്നെ നമുക്ക് ഈ ഒരു ലെവല് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവൽ തന്നെ നമുക്ക് മാർക്കറ്റ് കൺസിഡർ ചെയ്യാം. നാളെ എന്തായാലും ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ആണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി നോക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ചെയ്തേക്കാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ആയിരിക്കും ഞാൻ നോക്കുന്നത്. കാരണം ഈ ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്, ഇവിടെ 2 ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഏതൊരു ഡയറക്ഷനിലോട്ട് പോകാൻ ഹൈ പ്രോബിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചാർട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക.
അപ്പോൾ എന്നിട്ട് ഈ ഒരു ലെവൽസിൽ നിന്ന് നിങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, ഇവിടുന്ന് ഒരു റിജക്ഷനാണ് വന്നത്, ഇവിടുന്ന് ഒരു റിജക്ഷനാണ് വന്നത്, ഇവിടുന്ന് ഒരു റിജക്ഷനാണ്, ഇവിടുന്ന് ഒരു റിജക്ഷനാണ്, ഇനിയും ഇവിടുന്ന് ഒരു റിജക്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മൺഡേയിലേക്കുള്ള ഒരു വീഡിയോ സെക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് നാളെ നാളെ ഞാൻ എന്തായാലും സ്മാർട്ട് മണി കോൺസെപ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻസിൻ്റെ ഞാനൊരു ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.